അതായത് പ്രായം എന്ന് ചോദിച്ചാൽ അതിനൊരു കൃത്യമായിട്ടൊരു മറുപടിയില്ല. ഒരു വയസ്സന്മാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു വീഡിയോ ആണെന്ന് വിചാരിക്കേണ്ട. ഏത് പ്രായത്തിലും യങ് ആയിരിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ബയോളജിക്കൽ ഏജ്. അതായത് ഇപ്പോൾ ഈ പ്രായത്തിലേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, കുറച്ച് പ്രായം കഴിഞ്ഞതൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്നും ചെറുപ്പമാണ്, നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു ചെറുപ്പുണ്ടാകും. ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും ശാരീരിക ആരോഗ്യം, അതാണ് ഉദ്ദേശിച്ചത്. അപ്പം എങ്ങനെ തുടങ്ങുകയല്ലേ? പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ മുഴുവനും കാണണം, ഓടിപ്പോകരുത്. ഇന്നത്തെ കാലത്ത് ഒരാളെ കണ്ടാൽ നമുക്ക് അവരുടെ പ്രായം പറയാൻ പറ്റും. ഇത്ര പ്രായമാണ് ഇവർക്ക് എന്നുള്ളത് പറയാൻ പറ്റും? പറ്റില്ല. കാരണം ചില ആൾക്കാരുണ്ട്, അവരെ കണ്ടു പറഞ്ഞ 10-60 വയസ്സൊക്കെ ഉണ്ടാവും, 50-ൽ കൂടുതൽ വയസ്സുണ്ടാവും. പക്ഷെ കണ്ടാൽ ഒരു 25, 30, 35 ആ ഒരു വയസ്സേ തോന്നുള്ളൂ. പക്ഷെ ചില കുട്ടികളുണ്ട്, ഒരു 25-30 വയസ്സേ ആയിട്ടുണ്ടാവുള്ളൂ, അവരെ കണ്ടു പറഞ്ഞ ഒരു 10-60 വയസ്സായ ആളുകളെ പോലെ ഉണ്ട്. അപ്പം ഇന്നത്തെ കാലത്ത് നമുക്ക് പറയാൻ പറ്റില്ല ഇവരുടെ പ്രായം എത്രയാണ് എന്നുള്ളത്. അതായത് പ്രായത്തിന് ഒരു ഡെഫിനിഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഏത് പ്രായക്കാർക്കും, അതായത് ഒരു വയസ്സന്മാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു വീഡിയോ ആണെന്ന് വിചാരിക്കേണ്ട. നിങ്ങളുടെ പ്രായം ഏതായാലും ആ പ്രായത്തിൽ എങ്ങനെ നല്ല ചുറുചുറുക്കോടെ, ചെറുപ്പമായിട്ട്, നല്ല ആരോഗ്യത്തോടെ, നല്ല സൗന്ദര്യത്തോടെ ഇരിക്കാൻ പറ്റും എന്നുള്ള വീഡിയോ ആണിത്. മിക്കവാറും അങ്ങനത്തെ വീഡിയോകൾ തന്നെ ആയിരിക്കും എൻ്റെ ചാനലിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കാണുക. ഒരു പ്രത്യേക വിഭാഗത്തിന് അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രായക്കാർക്ക്, വയസ്സന്മാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല വീഡിയോ. അപ്പോൾ ഏത് പ്രായത്തിലും യങ് ആയിരിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഏത് പ്രായം എന്ന് ഉദ്ദേശിച്ചത്, നമുക്കൊരു ബയോളജിക്കൽ ഏജ് ഉണ്ടാവും. എന്താണ് ബയോളജിക്കൽ ഏജ്? അതായത് നമ്മുടെ വയസ്സ് ഇപ്പോൾ ഒരു 30 വയസ്സാണെങ്കിൽ 30, അത് കഴിഞ്ഞാൽ 31, അത് കഴിഞ്ഞാൽ 32, ആ അക്കങ്ങളാണ് ബയോളജിക്കൽ ഏജ്. അപ്പോൾ അത് എത്രയോ ആവട്ടെ, ചെറുപ്പമാവട്ടെ അല്ലെങ്കിൽ അതിലും കൂടുതലുള്ള അക്കങ്ങളാവട്ടെ, അതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അതെന്തായാലും ഏത് പ്രായത്തിലായാലും ആ പ്രായത്തിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും എനർജറ്റിക് ആയിട്ട്, ഏറ്റവും സൗന്ദര്യത്തോടെ, ഏറ്റവും ആരോഗ്യത്തോടൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങോട്ട് മാറ്റിക്കളയുക. ചെറുപ്പക്കാരായാലും ശരി, പ്രായം കൂടിയവരായാലും ശരി, ചെറുപ്പക്കാർ വിചാരിക്കും ഇപ്പോൾ ഈ പ്രായത്തിലേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, കുറച്ച് പ്രായം കഴിഞ്ഞതൊന്നും ചെയ്യാൻ പറ്റില്ല. അതല്ലെങ്കിൽ കുറച്ച് പ്രായമുള്ള, ഞാൻ പറഞ്ഞത് ബയോളജിക്കൽ ഏജ് കുറച്ച് കൂടുതൽ, അക്കങ്ങളുടെ കനം കൂടുതലുള്ളവർ വിചാരിക്കും ഇതൊക്കെ ചെറുപ്പക്കാർക്ക് പറ്റിയ ഡ്രസ്സാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ചെറുപ്പക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, നമ്മളെയും കൊണ്ടൊന്നും പറ്റില്ല. അപ്പം അങ്ങനെയുള്ള മൈൻഡ് സെറ്റൊക്കെ മാറ്റിയിട്ട് ആദ്യം നമ്മൾ എന്നും ചെറുപ്പമാണ്, നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു ചെറുപ്പമുണ്ടാകും. ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും ഉള്ളിലൊരു കുട്ടി ഉണ്ടാവും. അത് അവസരം കിട്ടുമ്പോൾ ചിലപ്പം ഭയങ്കര കടുപ്പിടുത്തൊക്കെ ആയിട്ടായിരിക്കും വീട്ടിലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ നടക്കുക. പക്ഷെ അങ്ങനെയുള്ള ഒരു അവസരം ഒത്തുവരുമ്പോൾ അവരുടെ ഉള്ളിലുള്ള കുട്ടി പുറത്തു വരുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ആ ചെറുപ്പത്തിന്, ആ ഒരു കുട്ടീനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരിക. ഇതിലൊന്നും ഒരു തെറ്റില്ല, മറ്റുള്ളവർക്ക് ഒരു ദോഷവും എന്ന് മാത്രമല്ല, അത് നമ്മളുടെ ആരോഗ്യത്തിനും മാനസികാരോഗ്യത്തിനും നമ്മുടെ ശാരീരിക ആരോഗ്യത്തിനും വളരെ നല്ലതുമാണ്. ശാരീരിക ആരോഗ്യം, അതാണ് ഉദ്ദേശിച്ചത്. അപ്പം നമ്മൾ ആദ്യം നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റുക. ഇന്നത്തെ വീഡിയോയിൽ ഒരു 5 ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തുക. അത് നിങ്ങൾക്ക് ദിവസം ഉൾപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ, ദിവസം കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നന്നായി. അതല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു 2-3 ദിവസമെങ്കിലും ഈ 5 എണ്ണത്തിൽ ഏതെങ്കിലും 1-2 എണ്ണമെങ്കിലും ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് കഴിക്കുക എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പം അത് കഴിച്ചു നോക്കിയിട്ട് കുറച്ച്, അതായത് 2-3 മാസം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു 3 മാസത്തെങ്കിലും സമയം കൊടുക്കണം. അത് നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ ഹാബിറ്റ്, നമ്മുടെ സ്വഭാവ മാറ്റത്തിനാണെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യണം, നല്ല കാര്യങ്ങൾ ചെയ്യണം, അതിനാണെങ്കിലും എല്ലാറ്റിനും ഒരു 3 മാസത്തെ സമയം വേണം. നമ്മൾ സ്കിൻ കെയർ ആണെങ്കിലും എല്ലാറ്റിനും. അപ്പോൾ ഒരു 3 മാസം വരെ ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തി ആദ്യം കുറച്ചായിട്ട്, അതായത് പെട്ടെന്ന് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ
കൊണ്ടുവരിക, ഉൾപ്പെടുത്തുക, പിന്നെയും ഉൾപ്പെടുത്തുക, കഴിക്കുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. ആദ്യത്തെ കാര്യം വെള്ളം. വെള്ളം ഭക്ഷണമാണോ? അതേ, ഭക്ഷണമാണ്. ശരീരത്തിന് ആവശ്യമുള്ള വെള്ളം, ഓരോ ശരീരത്തിനും ഓരോ കപ്പാസിറ്റിയാണ് വെള്ളം കുടിക്കുന്നത്. അപ്പോൾ ശരീരത്തിന് ആവശ്യമുള്ള അത്ര വെള്ളം കുടിക്കുക. അടുത്തൊരു ഭക്ഷണമാണ് വെള്ളക്കടല, ചിപ്പി. ഇതിൽ ധാരാളമായിട്ട് ന്യൂട്രിയൻ്റ് അടങ്ങിയിട്ടുണ്ട്. അതായത് മഗ്നീഷ്യം, സിങ്ക്, ഫൈബർ, പ്രോട്ടീൻ, ആൻറ്റി ഓക്സിഡൻ്റ് ഒക്കെ ധാരാളമായിട്ടുണ്ട്. ഇത് സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കും. അതുപോലെ റിങ്കിൾസും ഫൈൻ ലൈൻസൊക്കെ ഇല്ലാതെയാക്കും, വരകളും ചുളിവുകളൊക്കെ ഇല്ലാണ്ടാക്കും. പിന്നെ കൊളാജൻ ഉൽപ്പാദനം കൂട്ടും. അപ്പോൾ ഇതൊക്കെ കൂടുമ്പോൾ എന്താവും, സ്കിന്ന് യങ് ആയിരിക്കും. അടുത്തത് സ്വീറ്റ് പൊട്ടാറ്റോ, മധുരക്കിഴങ്ങ്, ചക്കരക്കിഴങ്ങ് എന്നൊക്കെ പറയില്ലേ, അതന്നെ. ഇതിൽ പ്രായം ആവാതിരിക്കാനുള്ള ഒരുപാട് നല്ല ന്യൂട്രിയൻ്റ് അടങ്ങിയിട്ടുള്ളതാണ് സ്വീറ്റ് പൊട്ടാറ്റോ. ബീറ്റ കരോട്ടിൻ, വിറ്റാമിൻ എ, ആൻറ്റി ഓക്സിഡൻറ്റ്, വിറ്റാമിൻ സി, ഇതൊക്കെ ധാരാളമായിട്ട് കൂടിയ അളവിൽ അടങ്ങിയിട്ടുള്ളതാണ് സ്വീറ്റ് പൊട്ടാറ്റോ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് വിശദമായിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അതുകൊണ്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തതിനെപ്പറ്റി അറിയാൻ പറ്റും. സ്വീറ്റ് പൊട്ടാറ്റോ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെ ഇതിൻ്റെയൊക്കെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം, പുഴുങ്ങിയിട്ടോ കറി വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഇതിൻ്റെയൊക്കെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ നമ്മുടെ സ്കിന്നിൽ, നമ്മുടെ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നത്, ഇതിലുള്ള ന്യൂട്രിയൻ്റ് അല്ലെങ്കിൽ ഇതിലുള്ള വിറ്റാമിൻസ് ഒക്കെ എങ്ങനെയാണ് യങ്ങായിരിക്കാൻ അല്ലെങ്കിൽ സ്കിന്നിന് നല്ല കളർ കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തതാണ് ബെൽ പെപ്പർ. ബെൽ പെപ്പർ പറഞ്ഞാൽ ക്യാപ്സിക്കത്തിൻ്റെ പച്ചയല്ല, പച്ചയും കഴിക്കുക, പക്ഷെ കൂടുതലായിട്ട് മഞ്ഞ, ഓറഞ്ച് അങ്ങനെയുള്ള ക്യാപ്സിക്കം കിട്ടിയാൽ അത് വാങ്ങിക്കുക. അതും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഈ പറയും പോലെ അതിനും ഒരുപാട് സാലഡായി കഴിക്കാം, അല്ലെങ്കിൽ വെറുതെ കട്ട് ചെയ്തിട്ട് വെറുതെ കഴിക്കാം, ഫ്രൈ ചെയ്ത് കഴിക്കാം. അപ്പോൾ ഇതിൻ്റെയും ഒക്കെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പറയണം. ഇതാണ് ഒരു കാര്യം, ഒരു ഭക്ഷണ പദാർത്ഥം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത്. ഇനി ഇത്രയും നമ്മൾ എരിവല കഴിച്ച് ഇനി ഒരു മധുരമാവാം. ഇതാണ് ഡാർക്ക് ചോക്ലേറ്റും സ്കിന്നിന് വളരെ 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 നല്ലതാണ്. ഇതിനെ പറ്റിയിട്ടും നിങ്ങളൊന്ന് അറിഞ്ഞു വയ്ക്കുക, എന്നിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇത് എന്താ പറയുക, നമുക്ക് പല രീതിയിലും കഴിക്കാം. സ്മൂത്തി ആയിട്ട് കഴിക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെയൊക്കെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. പക്ഷേ ഡാർക്ക് ചോക്ലേറ്റും നിങ്ങളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ്, ഈ 5 കാര്യങ്ങൾ. ഇനിയും കൂടുതലുണ്ട്, പക്ഷേ ഈ 5 കാര്യങ്ങൾ തൽക്കാലം ഇപ്പോൾ മനസ്സിലാക്കുക. ഇത് നിങ്ങൾക്ക് ഇതിൽ എത്രത്തോളം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും, കഴിക്കാൻ പറ്റും, അത്ര കഴിക്കുക. ഇതൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ വളരെ സന്തോഷത്തോടെ നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ, നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ധൈര്യമായിട്ട് ഇതിൽ പറ്റുമെങ്കിൽ എല്ലാം ഉൾപ്പെടുത്തുക, എല്ലാം കഴിക്കുക, പിന്നെയും ഉൾപ്പെടുത്തുക. എവിടുന്ന് വന്നോ എന്തോ. നിങ്ങളെ എത്രത്തോളം നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ട്, നിങ്ങളെ എത്രത്തോളം നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, എത്രത്തോളം നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്, അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ എന്താ പറയുക, പുറമേക്കുള്ള കാഴ്ചയാവട്ടെ ഉള്ളിലുള്ള മനസ്സാവട്ടെ എല്ലാം നിങ്ങളെ അനുസരിച്ചിരിക്കും. അപ്പോൾ കൂടുതൽ പറയുന്നില്ല. ഇതുപോലെയുള്ള നല്ല വീഡിയോകളായിട്ട്, ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്കറിയില്ല, എൻ്റെ വിശ്വാസം നല്ലതാണെന്നാണ്. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട്. അവരോട് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ചാനലിനൊരു വളർച്ച ഉണ്ടാവും, എനിക്കൊരു സന്തോഷം ഉണ്ടാവും, കൂടുതൽ വീഡിയോ ഇടാനുള്ള ഒരു പ്രോത്സാഹനമായിരിക്കും. പിന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്ത് കമൻ്റ് ആണെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല എന്നെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിൻ്റെ കാരണം കൂടി പറയാം. അപ്പോൾ ഇങ്ങനെ ലൈക്സും കമൻസും ഷെയറും ഇതൊക്കെ ഉണ്ടെങ്കിലാണ് യൂട്യൂബിനൊരു വളർച്ച ഉണ്ടാവുള്ളൂ. ഈ ഒരു ചാനൽ വളരുന്നതിൻ്റെ ഒരു ഘടകം ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ എനിക്കും അത് വളരെ സന്തോഷമായിരിക്കും. പിന്നെ ഞാൻ കൂടുതൽ നല്ല നല്ല വീഡിയോകളായിട്ട് വീണ്ടും വരും, ഇടയ്ക്കിടയ്ക്ക് വരും. ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടാൽ കുറേ കാലം കഴിഞ്ഞിട്ടാണ് വേറൊരു വീഡിയോ കൂടി. അപ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല. സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം. വീഡിയോ ഇടുന്നതായിരിക്കും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കൽ വാങ്ങൽ പ്രോമിസ് ഇപ്പം നടത്തി കഴിഞ്ഞ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കൂടുതൽ വാചകം അടിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല.
വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ബൈ ബൈ.